السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സമസ്ത എന്തിന് എന്നുള്ള ചരിത്രപരമായിരിക്കുന്ന വസ്തുതകൾ മനസ്സിലാക്കുകയാണ് നാം. അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വളരെ അനിവാര്യമായ നിർബന്ധിതമായ ഒരു ഘട്ടത്തിലാണ് മഹത്തായിരിക്കുന്ന ഈ സംഘടനയ്ക്ക് രൂപം നൽകേണ്ടി വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലം മുതൽ തന്നെ 924 വരെ ഇതിൻ്റെ ഒരു ആവശ്യം വേണ്ടി വന്നിട്ടില്ല. കാരണം സുന്നത്ത് ജമാഅത്ത് മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ഏതാനും ചിലർ വിഘടിച്ചു പോയിട്ടുണ്ടെങ്കിലും മുനാഫിഖുകളായിട്ടും മുഅ്തസിലീങ്ങളായിട്ടും മറ്റു പല പേരിലൊക്കെ ആണെങ്കിലും അത് ഒരു പ്രസക്തിയില്ലാതെ അങ്ങനെ പലതും കാലയവനേക്കുള്ളിൽ അങ്ങനെ മറഞ്ഞുപോയി, അങ്ങനെ അങ്ങോട്ട് അസ്തമിച്ചതാണ്. എന്നാൽ സിയോണിസ്റ്റുകളുടെ അഥവാ യഹൂദികളുടെയും അവരുടെ പിണയാളുകളുടെയും ആസൂത്രിതമായ നീക്കമായിരുന്നു പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിനെ തകർക്കാൻ ഇസ്ലാമിൻ്റെ വേഷവിധാനമുള്ള, ഇസ്ലാം പറയുന്ന, ബാങ്ക് വിളിക്കുന്ന, നിസ്കരിക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, ഇതൊക്കെയുള്ളപ്പോൾ ഒരാൾ മുസ്ലിമാകുന്നതിന് നമ്മൾ ഒരു സാക്ഷ്യമായി തെളിവായി കാണല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ചാളുകളെ സംഘടിപ്പിച്ച് പരിശുദ്ധമായിരിക്കുന്ന ദീനിനെതിരെ ഒളിപ്പോര് നടത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. നേരെ രംഗത്ത് വന്നാൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന് വളരെ വ്യക്തമായി അവർക്കറിയാം. അതുകൊണ്ട് അവർ മുസ്ലിമീങ്ങളുടെ വേഷം ധരിച്ച് മുസ്ലിമീങ്ങളുടെ കർമ്മങ്ങൾ ചെയ്ത് മുസ്ലിമീങ്ങൾ ഉരുവിടുന്ന ദിക്റുകളും ദുആകളും അതുപോലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലൊക്കെ അവർ നടത്തുമ്പോൾ ആളുകൾ മനസ്സിലാക്കും ഇവരും നമ്മളെപ്പോലെ മുസ്ലിമീങ്ങൾ തന്നെയാണ് എന്ന്. അങ്ങനെ ദീർഘകാലം പ്രവർത്തിച്ച് അതിൽ നിന്ന് ട്രെയിനിങ് കൊടുത്ത ആളുകളെ കൊണ്ടാണ് ഈ സുന്നി വിരുദ്ധ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകാൻ ആദ്യമായി ഇവിടെ ശ്രമം ആരംഭിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഇത് ബോംബെയിലോ അഥവാ മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഗുജറാത്ത് അല്ലെങ്കിൽ UP, പണ്ട് മുതൽക്ക് തന്നെ മുസ്ലിമീങ്ങൾ തോനെയുള്ള സ്ഥലമാണ് അവിടെയൊക്കെ, അവിടെയൊന്നും ശ്രമിക്കാതെ വളരെ ചെറിയ പ്രദേശമാകുന്ന ഈ കൊച്ചു കേരളത്തിൽ ഇവർ ഇങ്ങനെ ഇത് ഉറപ്പിക്കാനുള്ള കാരണം നാം വളരെ ഗഹനമായി ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ദീനിൻ്റെ ശരിപ്പകർപ്പ് ഒരു കൂട്ടലും കുറക്കലും കൂടാതെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അത് ആദ്യകാലത്ത് തന്നെ വേണ്ടതുപോലെ പ്രവർത്തിച്ചു വന്ന, പരിശീലിപ്പിച്ചു വന്ന ഒരു സ്ഥലം ഇന്ത്യ രാജ്യത്ത് കേരളമല്ലാതെ മറ്റൊരു സ്റ്റേറ്റും ഉണ്ടായിട്ടില്ല. അന്ന് കേരളമല്ല, മലബാർ എന്നാണ് പേര് പറയുന്നത്. ലോകത്ത് തന്നെ പരിശോധിച്ചാൽ ചിലപ്പോൾ അങ്ങനെ കാണുകയില്ല. അതുകൊണ്ട് ഈ കേരളത്തിൽ ഇവർ പ്രവർത്തിച്ച് ഇതിങ്ങനെ ശോഭിതമായി വന്ന് അത് രാജ്യത്തിൻ്റെ നാനാഭാഗത്തേക്കും നീങ്ങിയാൽ ഈ സിയോണിസ്റ്റുകളുടെ കുതന്ത്രങ്ങൾ പരാജയപ്പെടും. അതുകൊണ്ടാണ് കേരളത്തിൽ അവർ അടയിട്ട് ഇരുന്ന് ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത്. മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ വരവ് ഒരു 45 കൊല്ലം മുമ്പാണ് സമസ്തയിലേക്കുണ്ടായത്. ആ വരവുണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലും നമ്മുടെ ഈ ദീന് അസ്തമിച്ചതുപോലെ ആകുമായിരുന്നു. മറ്റസ്തമിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അസ്തമിച്ചതുപോലെ കണ്ണ് കാണും, കാണൂല എന്ന ആ രൂപത്തിൽ
സത്യം ഏതാണെന്ന് ആകൂല. മനസ്സിലാക്കി തരാൻ ആളുകളില്ലാത്ത ഒരു ചുറ്റുപാട് കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ കർമ്മോത്സുകനായ ആ പണ്ഡിതൻ രംഗത്ത് വന്ന് മറ്റുള്ളവരെയും കൂടി കാര്യങ്ങൾ ധൈര്യപ്പെടുത്തി ബോധിപ്പിച്ച് പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ സിയോണിസ്റ്റുകളുടെ സർവ കുതന്ത്രങ്ങളും പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. എന്നിട്ടാണ് അത് ലോകത്ത് തന്നെ ശോഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തത്. ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ഉണ്ണികുളം പഞ്ചായത്തിൽ കാന്തപുരം പ്രദേശത്ത് ജീവിക്കുന്ന ആലിങ്ങാപ്പൊയിൽ അഹമ്മദാജിയുടെ മകൻ അബൂബക്കർ മുസ്ലിയാർ എന്ന കേരളത്തിലുള്ള പല മുസ്ലിയാർമാരെ പോലെ ഒരു മുസ്ലിയാർ, അദ്ദേഹത്തെ ഇന്ന് അറിയപ്പെടാത്ത ഒരു ഗ്രാമം നമ്മൾ ഇന്ത്യ രാജ്യത്തുണ്ടോ? ഇന്ത്യ രാജ്യത്തിന് പുറത്ത് എത്ര രാഷ്ട്രങ്ങളിൽ ഷേഖ് അബൂബക്കർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയപ്പെടുന്ന എത്ര ആളുകളുണ്ട്. ഇപ്പോൾ ഒരു 5-6 മാസം മുമ്പ് ഉംറ നിർവഹിക്കാൻ നമ്മൾ പോയപ്പോൾ മദീനത്ത് താമസിക്കുന്ന സമയത്ത് ആ താമസിക്കുന്നതിൻ്റെ അടുത്ത് കാർപ്പറ്റ്, ബെഡ്ഷീറ്റ്, പുതപ്പ് ഇതൊക്കെ വിൽക്കുന്ന വിശാലമായ ഒരു ഹാളാണ്, ഒരു ഷെഡിൽ ഇങ്ങനെ കെട്ടിയതുപോലെ. ആ ഹാളിൻ്റെ നടുവിലൂടെ അപ്പുറത്തേക്ക് മുറിച്ച് കിടക്കാൻ വഴിയുണ്ട്, അല്ലെങ്കിൽ അത് ചുറ്റി വരാൻ കുറേ പ്രയാസമാണ്. ആ ഹാളിലൂടെ ആ വഴിയിലൂടെ പോകുമ്പോൾ അവിടെയുള്ള ഒരു സെയിൽസ്മാൻ, ഒരുപാട് സെയിൽസ്മാൻമാരുണ്ട്, അദ്ദേഹം ഒരു പാകിസ്ഥാനിയാണ്. അങ്ങനെ 1-2 പ്രാവശ്യം അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വരുന്നത് കണ്ടപ്പോൾ അവർ സലാം പറഞ്ഞു, കേരള വാലാഹേ എന്ന് ചോദിച്ചു. നിങ്ങൾ കേരളക്കാരനാണോ? അത് ചോദിച്ച ഉടനെ മാലുമ ഷേഖ് അബൂബക്കർ എന്നാണ് ചോദിക്കുന്നത് രണ്ടാമത്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു നമ്മൾ ഷേഖ് അബൂബക്കറിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അവിടെ കാവ കുടിക്കാൻ, ഈ സുലൈമാനി കുടിക്കാനൊക്കെ ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി സുലൈമാനിയും ഈത്തപ്പഴവും ഒക്കെ തന്ന് സൽക്കരിച്ച് അദ്ദേഹം സന്തോഷം പങ്കിട്ടു. ഇത് നമ്മളെ പവർ കൊണ്ടല്ല. ഷേഖ് അബൂബക്കറിനെ ഞങ്ങളറിയും. ഷേഖ് അബൂബക്കർ ചെയ്യുന്ന പ്രവർത്തനം അത്രമാത്രം നിശ്ചീമമാണ്, എല്ലാ ഭാഗത്തും അറിയപ്പെടുന്നതാണ്. അദ്ദേഹത്തിന് ഒരു 100 നാവായിരുന്നു ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ കുറിച്ച് സംസാരിക്കാൻ. ഞാനിത് പറഞ്ഞത് ഇങ്ങനെ അനുഭവമുള്ള പലരും ഉണ്ടാകും. പല ഭാഗത്തും എനിക്ക് ഈ അനുഭവമല്ല, പല ഭാഗത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ലോകം അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായി വന്നപ്പോൾ അദ്ദേഹം പങ്കെടുക്കുന്ന ഉലമാ കോൺഫറൻസിലും മറ്റ് രാജ്യാന്തര സെമിനാറുകളിലും പരിശുദ്ധമായിരിക്കുന്ന ദീനിൻ്റെ ആശയം അഥവാ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം അത് ആഫ്രിക്കയിലായാലും നൈജീരിയയിലായാലും സൗദിയിലായാലും ഈജിപ്തിലായാലും മൊറോക്കോവിലായാലും മറ്റ് ഗൾഫ് കൺട്രിയിലായാലും അല്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലായാലും അവിടെയൊക്കെ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെയും 10,000-കണക്കിന് സാധാരണക്കാരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം അത് വ്യക്തമാക്കി കൊടുക്കുന്നു. അതിന് നാന്ദി കുറിച്ചത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ സിയോണിസ്റ്റുകളുടെ ഏജന്റുമാർ കേരളത്തെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കാനുള്ള കാരണം. അവരുടെ ഏജന്റുമാരായിട്ടായിരുന്നു ഈ ഐക്യസംഘം എന്നുള്ളവർ നമ്മുടെ നാട്ടിൽ വന്നത്. ഒരൈക്യമല്ലാത്ത സ്ഥലത്തിൻ്റെ ഒരു ഐക്യസംഘം. ഒരു പ്രശ്നം ഒരു പുരയിലോ ഒരു നാട്ടിലോ അല്ലെങ്കിൽ ഒരു മഹലിലോ അല്ലെങ്കിൽ 2 വ്യക്തികളുടെ ഇടയിൽ ഉണ്ടായാലാണല്ലോ അതിനൊരു തീർപ്പ് കൽപ്പിക്കൽ അഥവാ മധ്യസ്ഥം പറയുന്നു. ഉദാഹരണത്തിന് 2 ആളുകൾ കൂടി ഒരു കച്ചവടം ചെയ്യുന്നു. കച്ചവടം തുടങ്ങിയിട്ട് 1000 കൊല്ലമായി അല്ലെങ്കിൽ 1200 കൊല്ലമായി. ഈ 1200 കൊല്ലമായിട്ട് ഇവർ തമ്മിൽ ഒരു പ്രശ്നമല്ല. കച്ചവടം അതിൻ്റെ ആ ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. ലാഭവിഹിതം ഇവർ 2 പേരും ചേർന്ന് കണക്ക് വെച്ച് പങ്കുവെച്ചതെടുക്കുന്നു. എന്നിട്ട് അവർ കച്ചവടം വിപുലപ്പെടുത്തുന്നു. ഇതിങ്ങനെ അനുസൃതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വേറൊരു കക്ഷി വന്നുങ്ങാണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ കച്ചവടത്തിലെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക, അതൊന്ന് ശരിയാക്കുക എന്ന് പറയേണ്ട ഒരു ആവശ്യം ഈ കച്ചവടക്കാരുടെ ഇടയിൽ ഇല്ല. അതുപോലെ 921 വരെ റമദാൻ മാസത്തിൽ
20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാത്ത ഒരു മനുഷ്യനും കേരളത്തിലില്ല. 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാത്ത ആരുമില്ല. അതുപോലെ സുബഹിക്ക് ഖുനൂത്ത് ഓതണം എന്ന അഭിപ്രായക്കാരല്ലാതെ അത് സംശയിക്കുന്ന ഒരാളും ഇല്ല. എന്നാൽ ഈ മലബാറിൻ്റെ ചില ഭാഗത്ത്, ഉദാഹരണം പാലക്കാട് ജില്ലയോട് അടുത്ത് നിൽക്കുന്ന ചില സ്ഥലങ്ങളിൽ അന്നും സുബഹിക്ക് ഖുനൂത്ത് ഓതാത്ത പള്ളിയുണ്ട്. പക്ഷേ അത് മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി മഹാനവറുകളുടെ അഖീദ അനുസരിച്ച് ആ മദ്ഹബ് അനുസരിച്ച് നടക്കുന്നവരാണ്. നേരെ മറിച്ച് ഖുനൂത്ത് ശിർക്കാണ്, ഖുനൂത്ത് തെറ്റാണെന്ന വാദത്തിലല്ല. അവർ മറ്റു സമയത്ത് ഖുനൂത്ത് ഓതുന്നുണ്ട്, അഥവാ വിത്ർ നിസ്കാരത്തിൽ അവരൊന്നും ഖുനൂത്ത് നിർവഹിക്കുന്നു. അങ്ങനെ എല്ലാ മദ്ഹബിലും ഖുനൂത്തുണ്ട്, ഓരോ വ്യത്യസ്ത സമയങ്ങളിലാണെന്ന് മാത്രം. അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും സംശയം ഇല്ല. പിന്നെ പെണ്ണുങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകണമെന്നുള്ള കാര്യം ആലോചിക്കുക പോലും ചെയ്യുന്നില്ല. അങ്ങനെ മുസ്ലിമീങ്ങൾ ഇന്ന്, അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ വിശ്വസിക്കുന്നവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളിലൊന്നും ഒരു സംശയം പോലും ഇല്ലാത്ത സമയത്ത് 4 ജാഹിലീങ്ങൾ കൂടി ഒരൈക്യ സംഘം. അപ്പം തന്നെ ആലിമീങ്ങൾക്ക് സംശയം, എന്തിനാപ്പോൾ ഈ ഐക്യമുള്ള സ്ഥലത്ത് ഒരൈക്യ സംഘം വരുന്നത്? അനൈക്യം ആരും കാണുന്നില്ലല്ലോ, ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലല്ലോ. എന്നാൽ മസാല സംബന്ധമായ കാര്യങ്ങളിൽ ചില അഭിപ്രായങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? റസൂലുള്ളാഹിയുടെ കാലത്ത് ഫിഖ് പഠിപ്പിച്ചു കൊടുത്ത് സ്വഹാബത്തിൻ്റെ ഇടയിൽ ഈ ഫിഖ്ഹിയായ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് പരിശുദ്ധമായിരിക്കുന്ന ഖുർആനും ഹദീസും ഗവേഷണം ചെയ്ത് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ വീക്ഷണത്തിലുള്ള അഭിപ്രായമല്ലാതെ സാധാരണക്കാർക്ക് തോന്നുന്ന പോലെയുള്ള അഭിപ്രായ വ്യത്യാസമല്ല. നേരെ മറിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരഭിപ്രായ ഭിന്നത അന്നും ഇന്നും ഇല്ല. എന്നിട്ടില്ലാത്ത സമയത്ത് ഈ അനൈക്യ സംഘം ഉണ്ടാക്കിയിട്ട് അവരിങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അത് ക്ലച്ച് പിടിക്കുന്നില്ലെന്ന് കണ്ടു. എന്തിൻ്റെ പേരിൽ? ഒരു 2 വർഷമായപ്പോഴേക്കും ആലിമീങ്ങൾ അതിനെ സംഘടിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കേരള ജംഇയ്യത്തുൽ ഉലമ അത് രൂപീകരിച്ചു. എന്നിട്ട് ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തി. അപ്പം ഐക്യസംഘം അത് പിരിച്ചുവിടാനും കൂടി യാളില്ലാത്ത നിലയിൽ അതങ്ങോട്ട് ഇൻഫിആലായി, അഥവാ സ്വയം പിരിഞ്ഞുപോയി. പിരിച്ചുവിടാനുണ്ടെങ്കിൽ കേരളത്തിൽ മൊത്തം ഒരു 100 ആളെങ്കിലും എല്ലാ ഭാഗത്തും വേണ്ടേ? അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് അതങ്ങോട്ട് നാമാവശേഷമായി പോയി. അപ്പോഴേക്കും ഈ 2 വർഷം പിന്നെ ഈ ആലിമീങ്ങളുടെ പ്രവർത്തനം വന്നപ്പോൾ അതിൻ്റെ മറപിടിച്ചുകൊണ്ടാണ് ഈ സിയോണിസ്റ്റുകളുടെ ഏജന്റുമാരായ KM മൗലവി, MCC മൗലവി തുടങ്ങിയ, അതിൻ്റെ പിൽക്കാലത്ത് വന്ന ഉമ്മർ മൗലവി, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഉള്ള മൗലവിമാരടക്കം എല്ലാവരും സിയോണിസ്റ്റുകളുടെ ഏജന്റുമാരാണ്. അവർക്ക് ദീന് പ്രശ്നമല്ല, അവർക്ക് നിസ്കാരം പ്രശ്നമല്ല, അവർക്ക് നോമ്പ് പ്രശ്നമല്ല. നിങ്ങൾ നോക്ക്, അപ്പോൾ നാളെ ചിലപ്പോൾ മാസം കാണാൻ സാധ്യതയുണ്ട്. നാളെ മാസം കണ്ടാൽ തിങ്കളാഴ്ച നോമ്പാണ്, അതല്ലെങ്കിൽ ചൊവ്വാഴ്ച നിർബന്ധമായും നോമ്പാണ്. ഈ നോമ്പ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ നോക്ക്, വഹാബികളുടെ പള്ളി എവിടെയുണ്ടോ ആ പള്ളിയിലൊക്കെ സാധാരണ അവർ പതുവരെ ബാങ്ക് വിളിക്കുന്നതിന് പകരം മഗ്‌രിബിൻ്റെ സമയത്ത് ഒരു 2 മിനിറ്റ് മുമ്പെങ്കിലും അവർ ബാങ്ക് വിളിക്കും. ചുരുങ്ങി 2 മിനിറ്റ്. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ ഇതേതൊന്ന് ശ്രദ്ധിക്കാതെ നോമ്പ് തുറക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന് അവർക്കറിയാം. അങ്ങനെ ഒരാളുടെ നോമ്പെങ്കിലും ഫസാദായി കിട്ടിയാൽ സിയോണിസ്റ്റുകൾക്ക് അത് വലിയ സന്തോഷമാണല്ലോ. ആ സന്തോഷത്തിന് വേണ്ടി റമദാൻ മാസം കഴിയുന്നത് വരെ അവർ മഗ്‌രിബിൻ്റെ ഒരു 2 മിനിറ്റ് മുമ്പ് ബാങ്ക് വിളിക്കും. സുബഹിക്കാണെങ്കിലോ ഒരു 5 മിനിറ്റ് താമസിച്ചും വിളിക്കും. ഇതാണ് വഹാബികളുടെ പരിപാടി. അപ്പോൾ ആ പരിപാടി സിയോണിസ്റ്റുകളെ തൃപ്തിപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് അവർ സിയോണിസ്റ്റുകളുടെ ഏജന്റാണെന്ന് പറയുന്നത്. നമുക്കത് പരിശോധിക്കാം. ഈ രൂപത്തിൽ മുസ്ലിമീങ്ങളുടെ പേര് പറഞ്ഞാണ് അവർ ഈ കാര്യങ്ങൾ, നമസ്കാരത്തിൻ്റെ ബാങ്ക് വിളിച്ചുകൊണ്ടാണ് മുസ്ലിമീങ്ങളുടെ നോമ്പ് നാശാക്കുന്നത്. അതായിരുന്നു സിയോണിസ്റ്റുകളുടെ ലക്ഷ്യം. അങ്ങനെ സിയോണിസ്റ്റുകളുടെ ഏജന്റായി
പ്രവർത്തിക്കുന്ന ഈ സംഘം വളരെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ നമ്മുടെ സാത്വികരായ വെറും നേരവോ എന്ന് മാത്രം ചിന്തിക്കുന്ന നമ്മുടെ ആലിമീങ്ങൾ ആദ്യമൊന്നും ഇവരുടെ ഈ കുതന്ത്രം അങ്ങനെ മനസ്സിലാക്കിയില്ല. കാരണം അവരുടെ പള്ളിയിൽ നിന്നും വെള്ളിയാഴ്ച 2 ബാങ്ക് കേൾക്കുന്നു. അവരുടെ പള്ളിയിലും ഖുതുബയൊന്നും പരിഭാഷപ്പെടുത്തുന്നില്ല. 924-ലോ 26-ലോ 28-ലോ 30-ലോ ഒന്നും ഒരു ഖുതുബ പരിഭാഷപ്പെടുത്തിയിട്ടില്ല. സാധാരണ നമ്മൾ പോകുന്ന ഖുതുബ തന്നെയാണ്. വഹാബികൾക്കായിട്ട് എവിടെയും ഒരു പള്ളി എടുത്തിട്ടില്ല. അന്നൊന്നും ഓരോരു പെണ്ണിനെയും പള്ളിക്ക് കൊണ്ടുവരണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഒരു പള്ളിയിൽ നിങ്ങൾ സുബഹിക്ക് കുനൂത്തോതണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഒരു മഹല്ലത്തിലും മൗലിദ് കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ ചെയ്ത കുതന്ത്രം, അവർ കുറച്ച് സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇങ്ങനെ മുഴുകാൻ തുടങ്ങി. സ്കൂളിൽ പോകാത്ത കുട്ടികളെ തെരഞ്ഞു പിടിക്കുക, എന്നിട്ട് അവർക്കൊരു കുപ്പായോ തുണിയോ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു സ്ലേറ്റ് വാങ്ങിക്കൊടുക്കുക. അപ്പോൾ നല്ലവരാട്ടോ, നല്ല പ്രവർത്തനം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ജനങ്ങളിടയിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഏതാനും ആളുകളെ അവർക്ക് വശത്താക്കാൻ കഴിഞ്ഞു. ആ വശത്താക്കാൻ കഴിഞ്ഞവരെ സ്വകാര്യമായി അവർ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് അവരിങ്ങനെ സംശയം ജനിപ്പിക്കുകയാണ്. വല്ലേ നീലത്തിനും എന്നെ വീളിപ്പോർക്ക് വായുകൂടാവുത്തീനും ചെയ്യും ഞാനെന്നോവർ. ഇത് മൊഹിയുദ്ദീൻ മാലിയുള്ളൊരു വരിയല്ലേ? മൊഹിയുദ്ദീൻ ശേഖനെ നമ്മൾ ബഹുമാനിക്കണം, വലിയ കാര്യമായ ആളാണ്. പക്ഷേ ആ മൊഹിയുദ്ദീൻ ശേഖ മരണപ്പെട്ടിട്ട് കാലം എത്രയായി? അദ്ദേഹത്തിൻ്റെ മക്ബറയുള്ളത് മരണപ്പെട്ട് കിടക്കുന്നത് ബഗ്ദാദിലാണ്. നമ്മളെ നാട്ടിൽ നിന്നും ഏകദേശം 3500 കിലോമീറ്ററിലധികം ദൂരം വരും അങ്ങോട്ട്. അത്രയും ദൂരത്തേക്ക് നമ്മളെ നാട്ടിൽ നിന്നും യാ ഗൗസ് യാ മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചാൽ എങ്ങനെ കേൾക്കുമെന്നാണ് പറയുന്നത്. ഇത് വേണ്ടതുപോലെ ദീനിൻ്റെ കാര്യം പഠിക്കാത്ത ചില ആളുകൾക്ക് ഇത് ശരിയാണെന്ന് ഇബ്ലീസ് തോന്നിപ്പിച്ചു. അപ്പോൾ ഈ സുന്നിയാളൊക്കെ വെറും ഖുറാഫികളാണ്. സുന്നിയാൾ വെറും ഖുറാഫികൾ, എന്താ അതിനെ കൊണ്ടുള്ളൊരു കാര്യം എന്ന് അവർ മനസ്സിൽ തോന്നിപ്പിക്കുകയും അവരത് ഈ ചായപ്പീടികയിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ചർച്ചാ വിഷയമാക്കുകയും ചെയ്തു. അങ്ങനെ ചർച്ചയായപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ ആലിമീങ്ങൾ അറിഞ്ഞു. ആലിമീങ്ങൾ അറിഞ്ഞപ്പോൾ അതിനെ ഗണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഗത്യന്തരമില്ലാതെ വന്നു. പിന്നെ കളവും അതുപോലെ ദുരാരോപണങ്ങളുമായി അവർ പറഞ്ഞിട്ടില്ല, അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ അവർ ഖണ്ഡന പ്രസംഗം കള്ളത്തരത്തിലൂടെ അവർ നടത്താൻ തുടങ്ങി. അതുകൊണ്ടാണല്ലോ മഹാനായ മർഹൂം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ആ അബ്ദുൽ ഖാദർ മുസ്ലിയാരുമായി എൻ്റെ അടുത്ത നാട്ടുകാരനായ എടവണ്ണ അലവി മൗലവി മൊഹിയുദ്ദീൻ മാല സംബന്ധമായ ഒരു സംവാദം നടത്തി. അങ്ങനെ സംവാദം നടത്തിയപ്പോൾ ഓരോ വരികൾക്കും പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവ് മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അത് വിവരിച്ചു കൊടുത്തപ്പോൾ ഈ എടവണ്ണ അലവി മൗലവി പറയുന്നത് മുസ്ലിയാർ പറയുന്ന രൂപത്തിലാണ് വ്യാഖ്യാനമെങ്കിൽ മൊഹിയുദ്ദീൻ മാലക്കൊരു തെറ്റുമില്ല. മുസ്ലിയാർ പറയുന്നത് അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനം. ഓർക്ക് തോന്നിയതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ വ്യാഖ്യാനാവുമോ? അതിന് ബഹുജാ കിതാബിനും തെക്കുമീല തന്നിനും കോഴിക്കോട്ടെ നമ്മളെ കോഴിക്കോട് ഖാദിയായിരുന്ന മുഹമ്മദ് കോയ എന്ന മഹാനവറുകളാണല്ലോ ഈ പ്രകീർത്തന, ഈ പദ്യം, ഈ ബൈത്ത്, ഈ പാട്ട് ഇതുണ്ടാക്കിയത് മൊഹിയുദ്ദീൻ മാല. അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായത്തിലല്ല, ബഹുജ എന്ന കിതാബിൽ നിന്ന് ഇതിനാവശ്യമായിരിക്കുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന രേഖകളൊക്കെ എടുത്തിട്ടാണ് മൊഹിയുദ്ദീൻ മാല അത് കോർക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ബൈത്താക്കി കൊണ്ടുവരുന്നത്. അപ്പം അതിൻ്റെ വ്യാഖ്യാനം അത് ആരാണോ അത് നിർമ്മിച്ചത്, ആരാണോ അതിന് രൂപകൽപ്പന നൽകിയത്, അവരാണല്ലോ അതിന് വ്യാഖ്യാനം പറയേണ്ടത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനുഷ്യർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഇറക്കി കൊടുത്തതാണ്. ആ ഖുർആനിൻ്റെ വ്യാഖ്യാനം പറയാൻ
അവകാശം അല്ലാഹു തആലക്കാൻ. അതിൻ്റെ വ്യാഖ്യാനമാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങൾ അഥവാ ഹദീസ് എന്ന് പറയപ്പെടുന്നത്. ഹദീസ് എന്ന് പറഞ്ഞാൽ അത് ഈ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ്. ഈ ഒരു ഹദീസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞതല്ല. ഒന്നും സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾക്ക് ഞാനിത് ഓതിത്തരുന്നു, അതാവാ ഇറക്കി ജിബ്രീൽ മുഖേന പഠിപ്പിച്ചു തരുന്നു. സുമ്മ ഇന്ന അലൈനാ ബയാന, പിന്നെ അതിൻ്റെ വിശദീകരണം നബിയെ തങ്ങൾക്ക് നൽകുന്നു. ആ വിശദീകരണമാണ് മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന വിശദീകരണം. ഏതെങ്കിലും മൗലവിമാര് എവിടെയെങ്കിലും കുത്തരുന്ന് യോഗം ചേർന്ന് തീരുമാനിക്കുന്ന തീരുമാനമല്ല, വിശദീകരണമല്ല ഖുർആനിൻ്റെ വിശദീകരണം. അതുപോലെ തന്നെയാണ് മുഹ്യിദ്ദീൻമാരുടെ വിശദീകരണവും. അതുകൊണ്ട് ആ പതിയത്തിൽ കാർമിഷയാൽ ചോദിച്ചില്ലേ, ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തീര ഉള്ളവർ. അതായത് ആകാശത്തിന് മേലും ഭൂമിക്ക് താഴെയും 7 ഭൂമിയുണ്ട്, 7 ആകാശമുണ്ട്. അവിടെയൊക്കെ മുഹ്യിദ്ദീൻ ശേഖന്റെ കൊടി ഇങ്ങനെ പാറിക്കളിക്കുകയാണ്. ഓർക്ക് മനസ്സിലായത് അങ്ങനെയാണ്. വിവരം വേണ്ടേ? വിവരമുള്ളവർക്കല്ലേ വിവരം അനുസരിച്ച് തിരിയുള്ളൂ. അവരിതിങ്ങനെ വലിയൊരു കൊടിയാണ്. ആ കൊടി അവിടെ ഇങ്ങനെ ഇപ്പോൾ നമ്മളെ SOSന്റെ കൊടി, സമസ്തന്റെ കൊടിയൊക്കെ കെട്ടിയിട്ട് നമ്മളിങ്ങനെ പാറിക്കളിക്കുമല്ലോ കാറ്റിന്. അതുപോലെ ഈ കൊടി ഇങ്ങനെ പാറിക്കളിക്കുകയാണ്. അത്ര വലിയ തുണി, ആകാശവും ഭൂമിയും ഒക്കെ അങ്ങനെ എത്രയോ ലക്ഷക്കണക്കിന് മീറ്റർ വേണ്ടി വരുമല്ലോ. ഈ കൊടി എവിടെയാണ് മൗലവി? ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ സുപ്രസിദ്ധമായ ശൈലിയിൽ മറുപടി പറഞ്ഞു, വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ. പരിശുദ്ധ ഖുർആനിലെ വളരെ വ്യക്തമായ നിർദ്ദേശമാണ്. നിങ്ങളാരും ഭിന്നിച്ചു പോകാൻ പാടില്ല. വഹാബിയാകരുത്, മൗദൂദിയാകരുത്, ചേകനൂരാകരുത്, കാദിയാനിയാകരുത്, ഏതെങ്കിലും തരം താണ രാഷ്ട്രീയക്കാരനാകരുത്. എത്രത്തോളം ഈ ചേളാരി സമസ്തന്റെ പോലെങ്ങളാകരുത്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹു തആലയുടെ ആ കയറ് അത് നിങ്ങൾ മുറുകെ പിടിക്കണം. ഹബൽ എന്ന് പറഞ്ഞ അർത്ഥത്തിന് കയർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പറഞ്ഞു, അല്ലാഹു തആലയെ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ് ഒരാൾ പിടിച്ചാൽ മതിയോ? 2 ആൾ മതിയോ? ഒരു സ്റ്റേറ്റുകാർ മതിയോ? ഒരു രാഷ്ട്രക്കാർ മതിയോ? ലോകത്തുള്ള മുഴുവൻ ആളുകളോടാണ് പിടിക്കാൻ പറയുന്നത്. അപ്പോൾ ആ കയറിൻ്റെ വലിപ്പങ്ങൾ നോക്കി, എത്ര നീളം വേണ്ടി വരും, എത്ര വലിപ്പം വേണ്ടി വരും. ആ കയറ് ഏത് പീടിയിൽ നിന്നാണോ മൗലവി കിട്ടുക, ആ പീടിയൻ്റെ തൊട്ടപ്പുറത്തെ തുണി പീടിയിൽ നിന്ന് ഈ ഇത്ര വലിയ കൊടിൻ്റെ തുണിയും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മൗലവി അക്ഷരാർത്ഥത്തിൽ വിഷണ്ണനായിപ്പോയി, ഉണ്ടാണ്ടായിപ്പോയി. അങ്ങനെ മഹാന്മാരായ ആലിമീങ്ങൾ അതിനെ പ്രതിരോധിച്ചു കൊണ്ടുവരികയാണ് ഇവിടെ ഈ കുതന്ത്രങ്ങളെ. അതിൻ്റെ ഇടയിലാണ് ആലിമീങ്ങൾ മാത്രമാണെന്നുള്ളത്. അന്ന് വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചിട്ടില്ല, അന്ന് സുന്നി യുവജന സംഘം രൂപീകരിച്ചിട്ടില്ല, വിദ്യാർത്ഥി സംഘടനയാകുന്ന SSF രൂപീകരിച്ചിട്ടില്ല. അപ്പോൾ പ്രവർത്തന ഗോതയിൽ അന്ന് ആലിമീങ്ങൾ മാത്രമാണുള്ളത്. ആലിമീങ്ങൾ തന്നെ അന്നത്തെ ആളുകളുടെ ഇവിടുത്തെ ജനസംഖ്യ അനുസരിച്ച് അതിനനുസരിച്ചുള്ള ആലിമീങ്ങളെ ഉള്ളൂ. ആ ആലിമീങ്ങളുടെ ദൗത്യമാണെങ്കിലോ ഓരോ രാജ്യത്ത് ഓരോ മഹല്ലിൽ പള്ളിയിൽ ജുമാഅത്ത് പള്ളിയിൽ 50, 60, 80, 100 അതുപോലെ 20, 40 ഒക്കെ മുത്താലിമീങ്ങൾ ചെല്ലും. അപ്പോൾ അവിടെയുള്ള നാട്ടുകാരൊക്കെ അവർക്ക് ഭക്ഷണം കൊടുക്കും. ആ ഭക്ഷണം കൊടുത്ത് അവിടെ ജീവിച്ച് അവരിങ്ങനെ ആലിമീങ്ങളായി വരും. അവരേകദേശം ഒരു ദീനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായത് കണ്ടാൽ ആ ആലിമീങ്ങളെടുത്ത് വന്ന് മറ്റ് നാട്ടുകാർ ആവശ്യപ്പെടും, ഞങ്ങൾക്കൊരു പള്ളിയൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്, ആ പള്ളിയിലേക്ക് ഞങ്ങൾക്കൊരു ഖത്തീബിനെ വേണം, ഞങ്ങൾക്കൊരു മുദരിസിനെ വേണം. അപ്പം ഈ ആലിമ് ആ ദർസിൽ നിന്നും പറ്റിയ ആളെ അങ്ങോട്ട് പറഞ്ഞേക്കും. അന്നിങ്ങനെ ഏതെങ്കിലും കോളേജിൽ പോയി ബിരുദം നേടലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തസ്തിക ഒന്നുമില്ല. ഈ ഉസ്താദിനറിയാം ഇയാൾക്ക് ബുഖാരി മുസ്ലിമൊക്കെ ചൊല്ലിക്കൊടുക്കാൻ അറിയും, അൽഫി മുത്തലിമീനും തഫ്സീറും മിഷ്കാത്തുമൊക്കെ ദർസ് നടത്താൻ അറിയും, ആ നാട്ടിലുള്ള ദീനീ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് നിയന്ത്രിക്കാൻ അറിയും. അതുകൊണ്ട് ഇയാൾ അവിടെ നിൽക്കട്ടെ അല്ലേ.
നമ്മുടെ അടുത്ത സ്ഥലമായ വണ്ടൂരിൽ ഉണ്ടായിരുന്ന മഹാനാണല്ലോ സദഖത്തുള്ള മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ. മഹാനവരുടെ ഖബർ അള്ളാഹു സന്തോഷപൂരിതമായി കൊടുക്കുമാറാട്ടെ. വലിയ പണ്ഡിതനും വലിയ സൂഫിയുമൊക്കെ ആയിരുന്നു. ബഹുമാനപ്പെട്ടവർ വണ്ടൂർ റിസർട്ടിൻ്റെ കാലത്ത് പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ അവിടെയാണ് ചെല്ലല്. അപ്പോൾ പറ്റിയ ആളുകളെ നീ അങ്ങോട്ട് പോയിക്കോ, നീ ഇങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് അത് തന്നെയാണ് അന്നത്തെ സനത്, അത് തന്നെയാണ് അന്നത്തെ സർട്ടിഫിക്കറ്റ്. ആ ഒരു പ്രവർത്തനമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തതുപോലെ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനം അന്നില്ലായിരുന്നു. പക്ഷേ വഹാബി മൗലവിമാരെന്ത് പണിയെടുത്തു? അവർക്ക് ഇപ്പോൾ ദർസ് പ്രശ്നമല്ല, അല്ലേ? അവർക്ക് ഇൽമും പ്രശ്നമല്ല. അവരിങ്ങനെ പേരിൽ കുറച്ച് ചപ്പടാച്ചി കാണിച്ചിട്ട് അന്നത്തെ കാലത്തൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ പള്ളി ദർസിൽ ഓതുന്ന കാലത്ത് അന്നത്തെ ചുറ്റുപാടനുസരിച്ചുള്ള സാമൂഹ്യ വ്യവസ്ഥിതി ആയതുകൊണ്ടോ എന്തോ അറിയില്ല, പെട്ടെന്ന് ഓതാൻ വരുന്ന മുത്താലിമീങ്ങൾക്ക് ചൊറി പിടിക്കും. ഒരു തരം മാന്തൽ ചൊറി. അതിങ്ങനെ ചിലത് കുറച്ച് രൂക്ഷമാവും, ചിലത് കുറച്ച് സമാധാനത്തിലൊക്കെ ഉണ്ടാവും. അതിങ്ങനെ ഒരു 4, 5, 6 കൊല്ലമൊക്കെ തുടർച്ചയായിട്ടുണ്ടാകും. അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണവുമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ മാന്തിയും ചൊറിഞ്ഞും ഇങ്ങനെ വേണ്ടതുപോലെ ഒരു വികാസമൊന്നുമില്ലാതെ അതൊന്നും ശ്രദ്ധിക്കാതെ കിതാബ് ഓതിത്തിരുന്ന് പഠിച്ച് അതനുസരിച്ച് അവരിങ്ങനെ വളർന്നു വരുന്ന കാലം. എന്നാൽ വഹാബികളാണെങ്കിലോ എവിടെയെങ്കിലും ഒരു മദ്രസ പോലത്തെ ഒന്നുണ്ടാക്കിയിട്ട് ഇട്ടുകെട്ടി അതിലൊരു പരിഷ്കരിച്ച രൂപത്തിൽ, എന്നിട്ട് ഇവർ കളിയാക്കുകയാണ്. ഈ പള്ളിയിലൊക്കെ ഓതുന്ന മൂലന്മാരെ കാണുന്നില്ലേ, ഓലിങ്ങനെ ചൊറിയും പിടിച്ച് തലയിലും കെട്ടി ഒരന്തവും പാലില്ലാത്തൊരു കൗമ് ഇവർ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ആലിമീങ്ങൾ വെള്ളിയാഴ്ച ജുമാക്ക് വരുന്നവർക്ക് വാഴ്ന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നല്ല 1-ാം നമ്പർ വാഴ്ന്നോല് പറയുന്നുണ്ട്. പക്ഷെ ഭാഷ ഒരു 50 കൊല്ലം 70 കൊല്ലം മുമ്പൊക്കെ അന്നത്തെ ഭാഷയാണ്. ഉദാഹരണം ലാ ബുദ്ധ, ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ലാ ബുദ്ധ എന്ന അറബി പദത്തിന് വളരെ ആവശ്യമാണ്, അഥവാ അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്നൊക്കെയാണ് അതിൻ്റെ മലയാളം. പക്ഷെ അന്നുള്ള ആലിമീങ്ങൾ ലാ ബുദ്ധ, ഇളക്കരായ്മയാകൂല. ഇളക്കരായ്മയാവൂല എന്ന് പറഞ്ഞാൽ ഒരുക്കി അത് ഇളക്കാൻ പറ്റൂല തന്നെ അതിൻ്റെ അർത്ഥം. കടപ്പുറത്ത് കുറ്റിയടിച്ചമാർ നല്ലോണം താത്തി അടിക്കണം. അതിൻ്റെ അന്നത്തെ ഒരു ഭാഷയായിരുന്നു അത്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെയായിരുന്നു അവരുടെ വയലിൻ്റെ ശൈലിയും. അപ്പോൾ ഇവരൊരു പരിഷ്കരണം കൊണ്ടുവന്ന് കുറച്ചൊക്കെ ഒരു സാഹിത്യമൊക്കെ പറഞ്ഞ് പറയാൻ തുടങ്ങിയപ്പോൾ ഇവർ തിരക്കടില്ല എന്ന് വിവരം കെട്ട ചില ആളുകൾക്ക് തോന്നി. അവരെ വശത്താക്കിയിട്ടാണ് ഈ സിയോണിസ്റ്റ് ഏജന്റുമാർ ഇവരുടെ ഈ പ്രവർത്തനം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പക്ഷേ ആലിമീങ്ങൾ അന്ന് വേണ്ടതുപോലെ അതിനെ പ്രതിരോധിച്ചില്ല എന്നത് ഒരു ദുഃഖസത്യവുമാണ്. കാരണം അവർക്കിതൊന്നുമല്ല പ്രശ്നം. പരിശുദ്ധമായിരിക്കുന്ന ദീനിൻ്റെ കാര്യങ്ങൾ ദുന്യാവിനേക്കാൾ കൂടുതൽ ആഖിറത്തിന് അവർ സ്ഥാനം നൽകിക്കൊണ്ട് ആ ആഖിറത്തിൻ്റെ കാര്യങ്ങൾ മനുഷ്യഹൃദയത്തിൽ രൂഢമൂലമാകുന്ന രൂപത്തിൽ 20 ദിവസവും 30, 40, 50 ദിവസമൊക്കെ ഓരോ മഹല്ലിലും അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി. ഇസ്ലാമിൻ്റെ സനാതന മൂല്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. പഴയ ഭാഷയിലായിരുന്നു എന്ന് മാത്രം. അതിനൊരു പുരോഗമനവാദികൾ എന്ന പേരിൽ ഇവർ ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയപ്പോൾ അതിന് ഭൗതിക വിദ്യാഭ്യാസം മാത്രം കരസ്ഥമാക്കിയ ദീനിയായിരിക്കുന്ന കാര്യങ്ങൾ വേണ്ടതുപോലെ പഠിക്കാത്ത ചില വക്കീലന്മാർ, ചില ഡോക്ടർമാർ, ചില ഉന്നത വിദ്യാഭ്യാസം നേടിയവർ എന്നവകാശപ്പെടുന്നവർ, അല്ലേ? കണ്ണിയത്തുസ്ഥാന ഭാഷയിൽ പറഞ്ഞാൽ അവരാ നേടിയ ഭാഷ ഉന്നത വിദ്യാഭ്യാസം അല്ല. ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ദീനിൻ്റെ ഇൽമാണ്. പക്ഷെ അതൊക്കെ ഇപ്പോഴാണ് ആളുകൾക്ക് ബോധ്യപ്പെട്ടത്. ഇപ്പം കണ്ടില്ലേ നമ്മുടെ സുന്നി യുവജന സംഘത്തിൻ്റെ, നമ്മൾ SSFൻ്റെ പ്രവർത്തകൻ ഇവിടെ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടി 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ കോഴിയോടെന്ന് പറഞ്ഞ സ്ഥലത്ത്, അല്ലേ? കോഴിയോടെന്ന് പറഞ്ഞാൽ കണ്ണൂരിന് കൂത്തുപറമ്പിലേക്ക് പോകുന്ന വഴിയിൽ ചാല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരല്പം അങ്ങോട്ട് തെറ്റി ഒരു 4 കിലോമീറ്റർ അങ്ങോട്ടെത്തിയാൽ കോഴിയോട് എന്ന് പറയുന്ന ഒരു മഹല്ല്. ആ മഹല്ലിലാണ് നമ്മുടെ ഈ പ്രവർത്തകൻ ഇപ്പോൾ താമസിക്കുന്നത്. ആ പ്രവർത്തകൻ സുന്നി യുവജന സംഘത്തിൻ്റെ SSFൻ്റെ സജീവ പ്രവർത്തകനാണ്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവനാണ്. ദീനിയായിരിക്കുന്ന കാര്യങ്ങളിൽ അത്യാവശ്യം പഠിച്ചവനാണ്. ആ ഒരു വിദ്യാർത്ഥിയാണ്
മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയത് ഒറ്റ മാർക്കും കുറയാതെ. ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വഹാബികളുടെ, മുഅ്തദികളുടെ, ജമാഅത്തുകാരുടെ ഏതൊക്കെ ആൾക്കാരുണ്ടോ അവരുടെയൊക്കെ എല്ലാ കുതന്ത്രങ്ങളും ഇപ്പോൾ പരാജയപ്പെടുക. കാരണം സുന്നികളിൽ ഡോക്ടർമാരുണ്ട്, സുന്നികളിൽ എഞ്ചിനീയർമാരുണ്ട്, സുന്നികളിൽ വക്കീൽമാരുണ്ട്, സുന്നികളിൽ തഹസിൽദാർമാരുണ്ട്, സുന്നികളിൽ വില്ലേജ് ഓഫീസർമാരുണ്ട്, സുന്നികളിൽ പഞ്ചായത്ത് സെക്രട്ടറിമാരുണ്ട്, സുന്നികളിൽ ഈ പറഞ്ഞ എല്ലാ തസ്തികകളിലും ഉള്ള ആളുകളുണ്ട്. അപ്പൊ അത് എവിടത്തേക്ക് എത്തിച്ചത് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ദീർഘദൃഷ്ടിയുള്ള പ്രവർത്തനമായിരുന്നു. അതില്ലാത്ത കാലത്താണ് ഈ വഹാബികൾ ഇങ്ങനെ അഴിഞ്ഞാടിയത്. അതിന് ഈ രാഷ്ട്രീയക്കാർ അവർക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തു. കാരണം രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം ഇവിടെ ഭിന്നതയായിരുന്നു, യോജിപ്പായിരുന്നില്ല. നമുക്കത് ഒന്നുകൂടി വിശകലനം ചെയ്ത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഭിന്നിപ്പിക്കലായിരുന്നു ഇവർക്ക് ലക്ഷ്യമെന്നുള്ളത് സൂര്യപ്രകാശം പോലെ തെളിഞ്ഞ യാഥാർത്ഥ്യമാണല്ലോ. അഥവാ ഈ വഹാബികൾക്കും രാഷ്ട്രീയക്കാർക്കും അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇവിടെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കലായിരുന്നു. അതുകൊണ്ടാണല്ലോ 974 ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളുടെ പേരിലുള്ള രാഷ്ട്രീയ കക്ഷി എന്തിനാ പിളർന്നത്? എന്തിനാണ് ആ കക്ഷി രണ്ടായത്? രണ്ട് ഭാഗത്തും ആരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട 33ാം പരമ്പരയിൽ വരുന്ന സയ്യിദ് ഉമർ ബാഫഖി തങ്ങളൊരു ഭാഗത്ത്, 39ാമത്തെ പരമ്പരയിൽ വരുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മറുഭാഗത്ത്. ഇവ രണ്ടാളും സയ്യിദന്മാരാണ്, ആദരിക്കേണ്ടവരാണ്, ബഹുമാനിക്കേണ്ടവരാണ്. ഈ രണ്ട് കൂട്ടരുടെയും കൂട്ടത്തിൽ രണ്ട് വിഭാഗമാക്കി ഇവരെ പിളർത്താൻ കൂടുതൽ ശ്രമിച്ചതാരാണ്? അതിന് കഠിനാധ്വാനം ചെയ്തത് ഈ വഹാബികളാണ്. കാരണം മുസ്ലിമീങ്ങളുടെ കൂട്ടായ്മ ഏത് നിലക്കും ഇവർക്ക് പരാജയമായിരിക്കും എന്നവർ മനസ്സിലാക്കി. അപ്പോൾ ആ കൂട്ടായ്മ ഒരു നിലക്കും ഉണ്ടാകാൻ പാടില്ല. അന്ന് മഹാനായ AP ഉസ്താദ് അവറുകൾ മുശാവറയിലേക്ക് വന്ന ആ കൊല്ലമാണിത്. 974 ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ മുശാവറയിലേക്ക് മെമ്പറായി വരുന്നത്. 974 തന്നെയാണ് ഈ രാഷ്ട്രീയ കക്ഷി രണ്ടായി പിളരുന്നതും. അപ്പോൾ ഈ മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങളെന്ന് താക്കീത് നൽകി, നിങ്ങളിങ്ങനെ ഭിന്നിക്കരുത്. മഹാനായ മർഹൂം ശംസുൽ ഉലമ മർക്കസിന്റെ ഒരു വാർഷിക സമ്മേളനത്തിൽ ഈ കാര്യം അർത്ഥസംഖ്യമില്ലാത്ത വിധം ശക്തമായി ഭാഷയിൽ അവർ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. നിങ്ങളിങ്ങനെ മുസ്ലിമീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഈ രാഷ്ട്രീയക്കാർ രണ്ടായി നിൽക്കുകയാണെങ്കിൽ, അഥവാ നിങ്ങൾ യോജിക്കാൻ തയ്യാറില്ലെങ്കിൽ സമുദായം നിങ്ങളെ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് നല്ലത് യോജിക്കലാണ്. പക്ഷേ ആ ശംസുൽ ഉലമയെ കളിയാക്കാനാണ് അന്ന് അവർ ഒരുങ്ങിയത്. ഇയാളെന്തായി മൗലിയാർക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടത് എന്നായിരുന്നു അന്നത്തെ അമത ലീഗിന്റെ, അഥവാ ഔദ്യോഗിക ലീഗ് എന്ന് പറയുന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ആ ലീഗുകാരുടെ തോന്നല് അന്ന് അങ്ങനെയായിരുന്നു. ആലിമീങ്ങളുടെ വാക്ക് അവർ സ്വീകരിച്ചില്ല. അതിൻ്റെ പരിണിത ഫലം ഇവിടെ മുസ്ലിമീങ്ങളാണ് അനുഭവിച്ചത്. 974 ഇവരിങ്ങനെ രണ്ടായി പിരിഞ്ഞിട്ട് 985 രണ്ടാമത് ഇവരിങ്ങനെ യോജിക്കാൻ അവരിങ്ങനെ മുട്ടി നടക്കുകയാണ്. അപ്പോഴാണ് EN ശങ്കരൻ നമ്പൂതിരിപ്പാട് ശരീഅത്തിനെ കുറിച്ച് എന്തോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കക്ഷി EN ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കൂടെയാണ്, മറ്റേ കക്ഷിയാണെങ്കിലോ EN ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കക്ഷിയിൽ നിന്നും പിരിഞ്ഞു പോയ വലത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആ കക്ഷികളുടെ കൂട്ടത്തിലുമാണ്. രണ്ടു കൂട്ടർ കൂടി കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഒന്ന് CPM, ഒന്ന് CPI. ഒരു കൂട്ടർ ആ കക്ഷിൻ്റെ കൂടെയാണ്, ഒരു കൂട്ടർ ഈ കക്ഷിൻ്റെ കൂടിയാണ്. അപ്പോൾ EN ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞപ്പോൾ സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ, PM ബക്കർ പോലെയുള്ള കുറഞ്ഞ ആളുകൾ, ഇവർക്ക് ആളുകൾ കുറവായിരുന്നു. അപ്പോൾ അതൊന്ന് യോജിച്ച് കിട്ടിയാതൊക്കെയുള്ള നോൽപ്പുണ്ട്. ആ EMSന്റെ വാക്കും പിടിച്ച് അവരങ്ങോട്ട് ചേക്കേറിയതാണ് രണ്ടാമത് മറ്റതിലേക്ക്. അങ്ങനെ ഒരു 10 കൊല്ലം, 11 കൊല്ലം എന്ന് തന്നെ പറയാം. 74 85 86 ഇവർ രണ്ടാമത് യോജിക്കുന്നത്. ആ യോജിക്കുന്നതിനിടക്ക്
കേരളക്കരയിൽ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ മരണപ്പെട്ടു പോയില്ലേ? ഈ മരണപ്പെട്ടു പോയവരിൽ എത്രയോ ആളുകൾ മുർത്തദ്ദായി മരിക്കേണ്ട ഗതികേടിലേക്ക് വന്നു. ഞാൻ പറയട്ടെ ഒരു ഉദാഹരണം. തളിപ്പറമ്പ് ടൗണിലൂടെ 975 കാലങ്ങളിൽ ഒരു പ്രകടനം പോവുകയാണ്. ആരതാണ് പ്രകടനം? മഹാനായ ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ ലീഗിന്റെ പ്രകടനമാണ് പോകുന്നത്. തളിപ്പറമ്പ് അവർക്ക് കുറച്ച് ശക്തിയുള്ള സ്ഥലമായിരുന്നു. ആ പ്രകടനത്തിന്റെ പിന്നിൽ 3 ആളുകളുടെ കോലം, ഒന്ന് ഒരു നീളക്കുപ്പായമൊക്കെ ഇട്ട സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളെ കോലം. ഇവർ ഈ കോലം എൽപിസ്ഥാന്റെ കോലപ്പോലുണ്ടാക്കി ഒരു വലിച്ചു, എഴച്ചു, ചവിട്ടി, കുത്തി, മറവ് ചെയ്തെന്നൊക്കെ അതിലൊന്നും അത്ഭുതമല്ല. ഈ തങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് അഥവാ ഈ അമത ലീഗിൽ നിന്ന് വിമത ലീഗിലേക്ക് പോയപ്പോൾ തന്നെ ഇവർ തങ്ങളല്ലാതെയായി. എന്നിട്ട് ആ തങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ഒരു ആളെ വേഷം കെട്ടിച്ചേക്ക, പള്ളൻ്റെ അവിടെ കുറേ തുണിയൊക്കെ വെച്ച് കെട്ടി. കാരണം സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളങ്ങനെ കുറച്ച് തടിയുള്ള ആളായിരുന്നല്ലോ. എന്നിട്ടൊരു നീളക്കുപ്പായിട്ട് സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളെ പോലെയുള്ള ഒരു താടിയും വെച്ച് സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളെ തലപ്പാവ് ധരിക്കുന്ന പോലെയുള്ള തലപ്പാവും ധരിച്ച്, അതുപോലെ CKP ചെറിയ മമ്മൂക്കയും, അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ കുറച്ച് സ്വാധീനമുള്ള ആളായിരുന്നു. ആ ലീഗിൻ്റെ സമുന്നതനായ നേതാവുമായിരുന്നു. മൂപ്പര കോലത്തിലും ഒരാൾ. അങ്ങനെ അവർ രണ്ടാളും. അതിൻ്റെ ബാക്കിൽ മറ്റൊരാൾ EN ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കോലം. ഇങ്ങനെയൊക്കെ കോലം കെട്ടിയൊക്കെയാണ്. എന്നിട്ട് ഈ സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളുടെയും CKP ചെറുമക്കയുടെയും ഊരക്ക് രണ്ടാളെ ഊരക്കൊരു കയറിട്ട്, എന്നിട്ട് EN ശങ്കരൻ നമ്പൂതിരിപ്പാട് പുറത്തുനിന്ന് ഈ കയറിങ്ങനെ വലിക്കും. വലിക്കുന്നതിനനുസരിച്ച് ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തുള്ളും. അത് കണ്ട് എത്രയോ വഴിവെക്കൽ നിൽക്കുന്ന ആളുകൾ, പ്രകടനം കാണാൻ നിൽക്കുന്നവർ ചിരിക്കുകയാണ്. ആർക്ക് അട്ടഹസിച്ച് ചിരിക്കുന്നത് സയ്യിദ് ഉമർ തങ്ങളുടെയും മമ്മൂക്കയുടെയും ചാട്ടവും കളിയും കണ്ടിട്ട്. അതിനനുസരിച്ച് ഇല്ലേ, തുള്ളട തുള്ളട കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് ബേക്കെന്ന് കുറച്ച് ചെറുപ്പക്കാർ ഇങ്ങനെ വട്ടം കൂടി മുദ്രാവാക്യം മുഴക്കിയിട്ടും. സത്യത്തിൽ ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മുർത്തദ്ദായി പോകുന്ന കാര്യമല്ലേ? ഈ രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും അതിനെ നിയന്ത്രിച്ചോ? ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമല്ല, പല സ്ഥലത്തും. അല്ലേ, കണ്ണൂർ ജില്ലയിൽ തന്നെ കാട്ടാമ്പള്ളിക്കടുത്ത് കമ്പിൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് അവിടെ വിമത ലീഗുകാർ അഥവാ സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളുടെയും CKP ചെറുമക്കയുടെയും അനുയായികളുടെ ഒരു രാഷ്ട്രീയ യോഗം അവിടെ നടക്കുക. വിശദീകരണം. അതിലേക്ക് വരുന്ന പ്രകടനത്തിൽ നിന്നും വിളിക്കുന്ന മുദ്രാവാക്യം മഹാനായ മർഹൂം പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ ഉള്ള കാലത്താണ്. ബഹുമാനപ്പെട്ട വഫാത്താകുന്നതിന് മുമ്പാണ്. 74 ലീഗ് വളർന്നിട്ട് 76 ബഹുമാനപ്പെട്ടവർ വഫാത്തായത്. അതിൽ വിളിക്കുന്ന മുദ്രാവാക്യം പാണക്കാടാ പറങ്കോടാ. നമുക്കത് പറയാൻ വളരെയധികം ലജ്ജയുണ്ട്, മടിയുണ്ട്. ഞാൻ അവരെ വാക്ക് പറയാം. എൻ്റെ നാവിൻ്റെ അങ്ങേ തലക്ക് പോയിട്ടല്ല പറയും, നാവിൻ്റെ ഇങ്ങേ തല കൊണ്ടാണ് പറയാൻ പാടില്ല മക്കൾ. അതിൽ വിളിക്കുന്നത് പാണക്കാടാ പറങ്കോടാ. ആരെയാ വിളിക്കുന്നത്? ഏറ്റവും ഉന്നതനായ സാത്വികനായ നിരവധി കറാമത്തുകൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത മഹാനായ PMSA പൂക്കോയ തങ്ങൾ. ഇത് അവരുടെ സ്ഥിതി. ഇങ്ങനെ ഈ വിളിച്ച ആളുകളുടെ ഈമാനിൻ്റെ അവസ്ഥ എന്താണ്? അവർ മരണപ്പെട്ടു പോയില്ലേ പലരും ഈ മുദ്രാവാക്യം വിളിച്ചവർ? മഹാനായ പാണക്കാട് PMSA തങ്ങളെ കണ്ട് അവർ പൊരുത്തപ്പെടിച്ചിട്ടുണ്ടോ? തളിപ്പറമ്പിൽ ഈ വേഷം കെട്ടിയ ആളും അതിൽ ചിരിച്ച ആളുകളും മമ്മൂക്കയെയും സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളെയും കണ്ട് പൊരുത്തപ്പെടിച്ചിട്ടുണ്ടോ? പൊരുത്തപ്പെടിക്കാതെ അല്ലേ അവർ ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു പോയത്? എന്താണ് ഒരു മനുഷ്യന്റെ കോലം കെട്ടിക്കുക എന്നത്? ഇസ്ലാം അങ്ങേയറ്റം നിഷിദ്ധമായി കണക്കാക്കിയതല്ലേ? അങ്ങനെ മുസ്ലിമീങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തുക, ഭിന്നിപ്പിക്കുക എന്ന തത്വം ഈ വഹാബികൾ അത് ആവിഷ്കരിക്കുകയും അതിന് ഈ വഹാബികൾക്ക് പ്രാതിനിധ്യമുള്ള ഈ രാഷ്ട്രീയത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ പേരിലുള്ള യൂണിയൻ ലീഗ് എന്ന രാഷ്ട്രീയത്തിൽ അവർ ചേക്കേറുകയും എന്നിട്ട് വഹാബികൾ സ്വന്തം അവരുടെ ആപ്പീസിൽ യോഗം ചേർന്നുകൊണ്ട് കുറച്ച് വഹാബി ഇപ്പുറത്ത് നിൽക്കുക, കുറച്ച് വഹാബി അപ്പുറത്ത് നിൽക്കുക. അങ്ങനെ തന്ത്രമാണ് അവർ പയറ്റിയത്. വഹാബികളുടെ നേതാവായിരുന്നു MK ഹാജി, വഹാബികളുടെ നേതാവായിരുന്നു AV അബ്ദുറഹ്മാൻ ഹാജി, വഹാബികളുടെ നേതാവായിരുന്നു
തിരുവങ്ങാടിക്കാരനായ CS ഇബ്രാഹിം ഹാജി, ഞാൻ 2-3 ആളെ പറഞ്ഞു എന്നേ ഉള്ളൂ, പിന്നീട് അവരൊക്കെ ഈ വിമത ലീഗിൽ. എന്നാൽ യൂണിയൻ ലീഗിലാണെങ്കിലോ അബൂഖാദർ കുട്ടിനഹ കടുത്ത വഹാബിയാണ്, അദ്ദേഹം ആ ഭാഗത്ത്. അതുപോലെ CS മുഹമ്മദ് വായ സാഹിബ് വഹാബിയല്ല, സുന്നിയല്ല, ജനറലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കുന്നത് അങ്ങനെയുള്ള ആൾ, അവരും മറ്റേ അഹമ്മദ് ലീഗിൻ്റെ ഭാഗത്ത്. അങ്ങനെ കുറേ വഹാബികൾ പുറത്തും കുറേ വഹാബികൾ ഇപ്പുറത്തും, ഇവിടെ രാഷ്ട്രീയത്തിൽ മാത്രം. എന്നാൽ അവർക്ക് അവരുടേതായിരിക്കുന്ന ചില അജണ്ടകളൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴോ MK ഹാജി അബൂഖാദർ കുട്ടിനെ ബഹുമാനിക്കുന്നു, AV അബ്ദുറഹ്മാൻ ഹാജിയെ CS മുഹമ്മദ് വായ ബഹുമാനിക്കുന്നു, അല്ലേ? CS ഇബ്രാഹിം ഹാജിനെ ഇപ്പുറത്തുള്ളവർ ബഹുമാനിക്കുന്നു, യാതൊരു മടിയില്ല. സീതി ഹാജിയൊക്കെ കടുത്ത വഹാബിയായിരുന്നു അഹമ്മദ് ലീഗിലുള്ള. ആ സീതി ഹാജിയൊക്കെ ഈ രാഷ്ട്രീയത്തിൻ്റെ സ്റ്റേജിൽ കയറുമ്പോൾ MK ഹാജിയുടെ താടിയെക്കുറിച്ച് പറയലെന്താണ്? കൊറ്റനാടിൻ്റെ താടി എന്നാണ് പറയല്. ചില കൊറ്റനാടിനുണ്ടല്ലോ, ആ കൊറ്റനാടിന് കുറച്ച് താടി ഇവിടെ ഇങ്ങനെ രോമങ്ങനെ അതിൻ്റെ ചുണ്ടിന് താഴത്തുണ്ടാകും. ആ താടിയാണ് MK ഹാജിൻ്റെ താടി എന്നവർ പറയുന്നു, അല്ലേ? എന്നിട്ട് കളിയാക്കുന്നു, അല്ലേ? എന്നിട്ട് EN ശങ്കരൻ നമ്പൂതിരിപ്പാടിനോട് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ പിടിച്ച ഈ ആട് അജകളഹസ്തമാണ്. ചില ആടുകൾക്ക് കഴുത്തിൽ മുലയുണ്ടാകലുണ്ട്, ആ മുലയിൽ നിന്ന് പാല് ചുരത്തുകയില്ല. അതുകൊണ്ട് MK ഹാജിയും കൂട്ടരുമൊക്കെ അങ്ങനെ അജകളഹസ്തം അഥവാ ആട്ടിൻ്റെ കഴുത്തിലുള്ള മലക്ക് തുല്യമാണവരെന്ന് പറഞ്ഞ് രാഷ്ട്രീയ സ്റ്റേജിൽ അവർ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ വഹാബികളുടെ സ്റ്റേജ് വരിക, അവരെ പുളിക്കലുള്ള സ്ഥാപനത്തിലോ ഇടവണ്ണുള്ള സ്ഥാപനത്തിലോ ഒക്കെ കൂടുമ്പോൾ എന്തോ ഒരു സന്തോഷത്തിലാണ് അവരൊക്കെ ഒരുമിച്ച് കൂടിയിരുന്നത്. കാരണം അവരുടെ ഒരു ഹിഡൻ അജണ്ടയായിരുന്നു ഇത്. ഏത്? രാഷ്ട്രീയത്തിൽ ഇവരെ ഭിന്നിപ്പിക്കുക, എന്നിട്ട് സുന്നികളെ തകർക്കുക. നമ്മളുടെ മതം വഹാബി മതമാണ്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കങ്ങനെ ഒരുമിച്ച് കൂടിക്കൊണ്ട് നമ്മളെ കാര്യം നടക്കാം. ഇതൊന്നും ഈ സുന്നത്ത് ജമാഅത്തിനോട് കൂറുള്ള രാഷ്ട്രീയക്കാരായിരിക്കുന്ന 2 ലീഗിലും പെട്ട സാധാരണക്കാർ മനസ്സിലാക്കാതെ പോയി എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. അങ്ങനെ ഈ കക്ഷികളെ ഭിന്നിപ്പിക്കാൻ മാത്രം ഇവർ തുടങ്ങുകയും ഈ സമുദായ രാഷ്ട്രീയക്കാർ അതിന് കൊടിപിടിക്കുകയും ചെയ്തപ്പോഴാണ് നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഭിന്നത വന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ആ ഭിന്നതയുടെ ബാക്കി നമുക്ക്